പ്രസിദ്ധമായ ആറ്റുകാൽ ഭൗതക്ഷേത്രത്തിന്റെ ഉത്സവം, പൊങ്കാല മഹോത്സവം ഈ മാസം 23-ാം തീയതി ആരംഭിക്കുകയാണ്. പാട്ട് കൂടിയിരുത്തിയതിനു ശേഷം മാർച്ച് 3-ാം തീയതിയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഈ ആണ്ടില് ഞങ്ങളൊരു 45 ലക്ഷത്തോളം ഭക്തജനങ്ങളെ പൊങ്കാല ഇടുന്നതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ആണ്ടിലും അത് വളരെ കൂടുതലായി വരികയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് അന്ന് സൂര്യഗ്രഹണമാണ്. അപ്പം അതിൻ്റെതായ ചന്ദ്രഗ്രഹണമാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, അന്ന് വൈകുന്നേരം 3 മണിക്ക് നട അടച്ചു കഴിഞ്ഞാല് സന്ധ്യക്ക് 7 മണിക്ക് മാത്രമേ പിന്നെ നട തുറക്കുകയുള്ളൂ. ദർശനം ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ബാക്കി പൊങ്കാല ഇടാൻ പറ്റുന്ന ഭക്തജനങ്ങള് അത് കണക്കാക്കി 1:30 മുമ്പ് ദർശനം നടത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് ആ നിലയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷെ നമുക്ക് ഈ നട അടയ്ക്കുന്നതിന് കാരണം നമുക്ക് ആ സമയത്ത് അത് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ശ്രീ ഭക്തജനങ്ങൾ സഹകരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അതൊന്ന് നേരത്തെ തന്നെ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിനുള്ള ഒരു സംവിധാനം എല്ലാവരും ചെയ്യണം എന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ബാക്കി കാര്യങ്ങള് ഇത് വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ശ്രീ വിജയകുമാർ സാറിനെ ക്ഷണിച്ചുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് ആറ്റുകാൽ ക്ഷേത്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അത് മേലിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 23-ാം തീയതി വൈകിട്ട് 5:30 മണിക്കാണ് കാപ്പ് കെട്ടി കുടിയിരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3-ാം തീയതി മാർച്ച് 3-ാം തീയതി, ഇത് ഫെബ്രുവരി 23-ാം തീയതി, മാർച്ച് 3-ാം തീയതിയാണ് ഞങ്ങളുടെ ലോകപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം. അത് കാലത്തെ 9:45 ഞങ്ങൾ പൊങ്കാല അടുപ്പിൽ ജീവിക്കും. 2:10 മണിയാകുമ്പോൾ അത് അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് 3 മണി മുതൽ 7 മണി വരെ ഇതാണ് ചന്ദ്രഗ്രഹണമാണ്. ആ സമയത്ത് പ്രവേശനം ഉണ്ടാവില്ല. അപ്പൊ അവിടെ താൽപ്പര്യം ഒരു ബോഡിയുണ്ട്, നേഴ്സയുണ്ട്. അവരെല്ലാം 1:30 മണിക്ക് മുമ്പ് തന്നെ വരണം. അതിനുശേഷം അമ്പലത്തിൻ്റെതായിട്ടുള്ള ചില പൂജകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 1:30 മണിക്ക് മുമ്പ് തന്നെ അവരെല്ലാം എത്തിച്ചേർന്നാണ്. രാത്രി 8:15 കുത്തിവട്ടം. അവിടെ 531 കുത്തിവട്ടം ഇപ്പൊ തന്നെ ഉണ്ട്. അത് നേർച്ചയാണ്, ഓരോരുത്തർ നേർച്ചയാണ്. 1 വർഷങ്ങളിൽ വളരെ കൂടുതലായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മളെ ഏജ് ലിമിറ്റ് വെച്ചതിനാലാണ് കുറച്ചത്. 581 ഈ വർഷം ഉണ്ടാവും. അവരെ ഏജിക്ക് ആകുമ്പോഴത്തേക്കാണ് പോകുന്നത്. വൈകിട്ട് ഇതെല്ലാം കുത്തിവട്ടം കുത്തിയതിനു ശേഷം രാത്രി ഏതാണ്ട് 10 മണിയോട് കൂടി ദേവി പുറത്തെടുത്ത് അതിന് ഈ കുത്തിവട്ട കുട്ടികൾ ആകുമ്പോഴി ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ സർവീസ് ഉണ്ട്. ഇപ്പൊ നാഗർകോവിലിൽ നിന്ന് തന്നെ 3-ാം തീയതി ഏതാണ്ട് 4-5 സർവീസുകൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേക സ്റ്റോപ്പെല്ലാം കൊടുത്തിട്ട് 8 തിരുവനന്തപുരം നാഗർകോവില് 06:1-21 അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിൻ മാർച്ച് 2 രാത്രി 8:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. രാത്രി 11 നാഗർകോവിലെത്തും. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം 06:1-22 അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിൻ മാർച്ച് 3 നാഗർകോവിൽ നിന്ന് ഉച്ചയ്ക്ക് 1:40 പുറപ്പെട്ട് 3:30 തിരുവനന്തപുരത്തെത്തും. അതുപോലെ എറണാകുളം തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. എറണാകുളത്ത് പോയിട്ട് ഇവിടെ നാഗർകോവിൽ വഴി വേറെ ട്രെയിനുണ്ട്. ഒരുപാട് സർവീസുകൾ റെയിൽവേ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ട്, കേരള ട്രാൻസ്പോർട്ട് ബസ് കിട്ടുന്നുണ്ട്. കളിക്കവിടെ നിന്നും നാഗർകോവിൽ നിന്നൊക്കെ ഒരുപാട് ബസ് സർവീസ് തരാം. അത് മിനിസ്ട്രിയുടെ അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ വളരെ സൗകര്യം ഉണ്ടായിരിക്കും. പൊങ്കാലാനായിട്ട് ആ ഏരിയ വിട്ട് ഏതാണ്ട് 10-18 കിലോമീറ്റർ ദൂരം ഒരു പൊങ്കാല ഇടുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, കുടിവെള്ളം അതിന് സൗകര്യം ചെയ്യുന്നുണ്ട്. ആഹാരം കഴിക്കുന്നതിനായിട്ട് 9 ദിവസവും അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ എയ്ഡ് ഉണ്ട്, മെഡിക്കൽ സർവീസ് ഉണ്ട്, മെഡിക്കൽ കോളേജിന്റെ സർവീസ് ഉണ്ട്.
അങ്ങനെ എല്ലാം ഉണ്ട്, എല്ലാ സർവീസുകളും ഉണ്ട്. വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ട്രസ്റ്റ് മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെയൊക്കെ സഹകരണം ഉണ്ടാവണം. ഇതിനെല്ലാം പബ്ലിസിറ്റി എല്ലാം കൊടുക്കണം. പിന്നെ ഈ പ്രത്യേകിച്ച് പറയണം, ചന്ദ്രഗ്രഹണമായതുകൊണ്ട് 1:30 മുതൽ 3 മണിക്ക് ശേഷം 7 മണി വരെ അമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല.